ഞാനൊരു പുതിയ എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഒരുപാട് ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കപ്പയും ചക്കയും ഒക്കെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. ആ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തമായ ഇന്നൊരു പക്ഷേ ഈ വീട്ടമ്മമാർക്ക് പോലും കൃഷി ചെയ്യാൻ വീട്ടിൽ വളർത്താൻ പറ്റുന്ന വീട്ടമ്മമാരുടെയൊക്കെ ഏറെ പ്രിയങ്കരമായ ഒരുപാട് ഫലവൃക്ഷങ്ങളുടെ ഒരു വനത്തിലാണ്. ശരി, ഈ കദളി വനം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഫലവൃക്ഷ വനത്തിലാണ് ഇന്ന് ഞാനുള്ളത്. എന്നോടൊപ്പം ഉള്ളത് ബിന്ദുവാണ്. ഇവരുടെ ഒരു വീടും പരിസരവും ഒക്കെ ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ എന്തൊക്കെയാണ് ഫലവൃക്ഷങ്ങൾ ഉള്ളത്, അത് എങ്ങനെയാണ് ഇത് പരിപാലിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഗുണമുണ്ടാകുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിന്ദുവിനോട് ചോദിക്കാം. നമസ്കാരം. ആദ്യം നമ്മളുടെ ശരിക്കും ഇങ്ങനൊരു കൺസെപ്റ്റ്, ഈ ഫലവൃക്ഷങ്ങൾ കൂടുതൽ പിന്നെ കൊണ്ടുവരികയാണ്, അത് വളർത്തുന്നു, അത് കൂടുതൽ വിപണനം ഉണ്ടാകുന്നു, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ഈ മേഖലയിലോട്ട് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ, കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു ഹാർട്ട് അറ്റാക്കായി, ബൈപ്പാസ് കഴിഞ്ഞു. പിന്നെ വെളിയിലോട്ട് ജോലിക്ക് പോകാൻ ഉള്ള ഒരു താല്പര്യം ഞങ്ങൾ ആരും കാണിച്ചില്ല. അപ്പോൾ അതിനുശേഷം നാട്ടിൽ എന്ത് ചെയ്യും എന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ പണ്ട് തൊട്ട് കൃഷിയോട് താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെയാണ് കൃഷിയോടുള്ള താല്പര്യമാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. N18 എന്ന് പറയുന്ന റംബുത്താൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിന്റെ പ്രത്യേകത എന്താ? N18 ശരിക്കും പറഞ്ഞാൽ 18 കായ ഉണ്ടെങ്കിൽ 1 കിലോ ആകുമെന്നാണ്. അതാണ് N18 എന്ന് പറയുന്ന വെറൈറ്റി. ഇതിപ്പോ നമുക്ക് എത്ര വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഇതിൽ നിന്ന് കായ് ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ സീസർ, റോങ് ടിയോൺ, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതിനകത്തെല്ലാം ടാഗ് ഉണ്ട്. നമ്മൾ ഹോം ഗ്രൗണ്ടിന്റെ പ്ലാന്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം ഓരോ വെറൈറ്റിയിലും ഈ ടാഗുകളുണ്ട്. N18 ഉണ്ടല്ലേ, എല്ലാം ഒരുപോലെ അതന്നെ. നമ്മൾ ടാഗ് നോക്കിയാണ് ഓരോന്നും. ഇതെല്ലാം നമ്മൾ ഹോം ഗ്രൗണ്ടിന്റെ പ്ലാന്റ്സ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇതിന്റെ നമ്മുടെ റംബുട്ടാന്റെ ഒരു വലിയ ശേഖരമാണ്. ഇപ്പൊ എത്ര തരം റംബുട്ടാൻ ഉണ്ട് ഇവിടെ? റംബുട്ടാന്റെ ഒരു 4-5 തരമുണ്ട്. 4-5 തരമുണ്ട്. പിന്നെ റൊളീനിയ എന്ന് പറയുന്നത്, ഇത് ആത്തപ്പഴങ്ങളുടെ രാജ്ഞി എന്നാണ് ഇതിന് പറയുന്നത്. റൊളീനിയ ആത്തപ്പഴങ്ങളുടെ രാജ്ഞിയായ റൊളീനിയ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് 3 വർഷം കഴിയുമ്പം കായ്ക്കും. 3 വർഷം എടുക്കത്തുള്ളൂ. എന്ത് വളമാണ് ഇതിന്? ജൈവ വളങ്ങൾ ഇട്ടാൽ മതി. 3 വർഷം കൊണ്ട് ഫലം 3 വർഷം കൊണ്ട് ഫലം കിട്ടും. ഇതിങ്ങനെ രാജകുമാരി എന്നൊക്കെ വിളിക്കാൻ കാര്യം എന്താ? അതിന്റെ പഴങ്ങളുടെ രുചി കൊണ്ടാണ്. അത്തപ്പഴത്തിനെക്കാട്ടിൽ നല്ല രുചിയുള്ളതാണ്. കസ്റ്റേർഡ് ആപ്പിൾ ആ ഫാമിലിയിൽ പെട്ടതാണ് ഇത്. അതെ, വലിയ ഇലയാണ്. ഇത് അഭിയോ. അഭിയോ നല്ല മധുരമുള്ള പഴമാണ്. ഇതൊക്കെ 2.5-3 വർഷം കൊണ്ട് കായ്ക്കും. ശരിക്കും നല്ല പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. അതന്നെ ഉണ്ട്. പിന്നെ ഇത് മാവിന്റെ ഒരു വെറൈറ്റി ആണ്. ഇത് നാസിക് പസന്തം എന്ന് പറയുന്ന ഒരു മാവാണ്. ഇത് 2.5 വർഷം കൊണ്ട് കായ്ക്കും. നല്ല മധുരമുള്ള മാങ്ങ കിട്ടുന്ന മാവാണോ അത്? ഇല്ല, അതൊക്കെ സീസൺ ആണ്. കണ്ടിന്യൂസ് വരുമ്പോൾ ഓൾ സീസൺ മാവാണ്. അത് നമ്മുടെ കയ്യിലുണ്ട്. ഇത് പ്ലാവിന്റെ ഒരു വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട്. ഇത് നങ്കഡാക്ക് സൂപ്പറോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ളതാണോ അതോ ഇറക്കുമതി ചെയ്തതാണോ? അല്ല, ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ടിന്റെ പ്ലാവുകൾ, അവരുടെ തന്നെ പ്ലാവുകളാണ്. ഇത് ആഞ്ഞിലിച്ചക്ക നമ്മൾ എടുക്കുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി നങ്കഡാക്ക് സൂപ്പറോ. അത് ശരി, അത് കൊള്ളാലോ, നല്ല സംഭവമാണല്ലേ. ഇത് എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു തൈ? ഇത്ര ഒരു 350 ആ റേറ്റ് വരും. അപ്പം അത് നല്ല വേറൊരു മാവ് നിൽപ്പുണ്ട്. അത് ഈ ഇനത്തിൽപ്പെട്ട മാവ് തന്നെയാണോ? ഇത് കിളിച്ചുണ്ട്. നമ്മുടെ കിളിച്ചുണ്ടൻ മാവ് അല്ലേ? കിളിച്ചുണ്ടൻ മാവാണ്. പിന്നെ വേറെ അധികം ഫ്രൂട്ട്സുകൾ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബിന്ദുവിനെ സഹായിക്കാൻ നമ്മുടെ ചേട്ടൻ ചേട്ടനാണ് ഇതിന്റെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. ചേട്ടനടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. അവിടെ നല്ല ചേട്ടാ കാര്യം ചോദിക്കാം. അപ്പം ഇവിടെ നില്ലേ ഈ മേഖലയിലേക്ക് നിങ്ങൾ രണ്ടുപേരോട് ഇപ്പം കടന്നിട്ട് എത്ര നാളായി? അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ഏതാ? അടുത്ത ഏത് ഫലവൃക്ഷമാണ് നമുക്ക്? അവക്കാഡോ. ഇപ്പോൾ 2.5 വർഷമായി നമ്മളിത് തുടങ്ങിയിട്ടല്ലേ? വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആണോ ഇത്?
ലാഭകരമാണ്, നമുക്ക് ടൈം പാസ് ഉണ്ട്, ലാഭകരമാണ്, എല്ലാമാണ്. പിന്നെ കുറച്ചുകൂടെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ഇതാണ് അവക്കാഡോ എന്ന് പറയുന്നത്. അവക്കാഡോ അല്ലേ? അവക്കാഡോ റെഡും ഉണ്ട്, 2 കളറുണ്ട്. 2 കളർ ഉണ്ടല്ലേ? ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് അവക്കാഡോ ഗ്രീനോ റെഡോ? റെഡ് അല്ലേ? അവക്കാഡോ റെഡ്. ഇതിപ്പോ നമുക്ക് എത്ര മാസവും ഇത് എത്ര വർഷം എടുക്കും ഇതിന്റെ? ഇതിൽ 3 വർഷമാണ് അവർ പറയുന്നത്. 3 വർഷം കൊണ്ട് കായ്ക്കുമല്ലേ? ഗ്രാഫ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പം ഏതൊരു വളമാണ് ഉപയോഗിക്കുന്നത് നമുക്ക്? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജൈവവളം ഇടാം, പിന്നെ വല്ലപ്പോഴും രാസവളം ശാല ഇട്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത ഏത് ഫലവൃക്ഷത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ കാണാം എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത് കയറിയ പൂത്ത മരങ്ങളും എല്ലാം നല്ല സെറ്റപ്പായിട്ട്. ഇതെന്ത് മരമാ? ഇത് ജാതി. ജാതിക്കാരെ ജാതി. ഇത് നമ്മുടെ നാടൻ ജാതിയാണോ അതോ? അല്ല, ബഡ് ജാതി. ബഡ് ചെയ്തല്ലേ? ഇത് നമ്മുടെ മൽബറി അല്ലേ? ഇത് വലിയ കാവരുന്നതാണോ? വലുതല്ല, ചെറുതാണ്. വലുത് തീർന്നു പോയി. ഇവിടെ ഇനി ഏതാ നമുക്ക് ഉള്ള വെറൈറ്റി? ഈ കാണുന്നത് സ്ട്രോബെറി പേരയാണ്. ഇതല്ലേ? അതിന്റെ പ്രത്യേകത സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉള്ള പേര. അതെ അതെ. പക്ഷേ പേരയുടെ ഇലയുടെ ഒരു ബന്ധു പോലും ഇല്ല, സ്ട്രോബെറി പോലെയാണ്. ഞാറ നിൽക്കുന്ന പോലെ ഇലയെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അതേ നല്ല കട്ടിയുള്ള ഇലയൊക്കെ. സാധാരണ നമ്മുടെ പേരയുടെ ഇത് പൂത്തതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം സെയിലായി. ഇത് നമുക്ക് എത്ര വർഷം എടുക്കും ഇതിനകത്ത്? എത്ര വർഷം? ഓൾറെഡി പൂത്തിട്ടാണ് അത് പോയേക്കുന്നത്. അതുകൊണ്ട് 2-3 വർഷമാണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പൊക്കെ എല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. 2-3 വർഷത്തിന് മുമ്പേ നമുക്ക് പേരയൊക്കെ കണ്ടില്ലേ നിൽക്കുന്നത്? പൂവായിട്ടുണ്ട്. കാ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എത്ര വർഷം? ഇത് 3 വർഷമായോ? വർഷമായില്ല, എല്ലാം 6 മാസം മതി. നമ്മൾ കൊടുക്കുമ്പോൾ കായില്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എല്ലാം കായോടുകൂടിയാണ് മേടിക്കുന്നത്. കായുള്ളത് അപ്പോഴപ്പോൾ സെയിലാവും. ഈ പൂക്കുന്നത് കണ്ടു കഴിഞ്ഞു. അത് ബുഷ് ഓറഞ്ച്. ഇത് ബുഷ് ഓറഞ്ചിന്റെ സ്വീറ്റ് ആണ്, സ്വീറ്റ് ബുഷ് ഓറഞ്ച്. അത് ബുഷായിട്ട് നിൽക്കും, ഒത്തിരി വളരത്തില്ല. എല്ലാം ബഡ് മരങ്ങളായോണ്ട് ഒരുപാട് വളർന്നു പോകത്തില്ല. ഇത് പേരയുടെ തായ് പിങ്ക് ഗുവ. പിങ്ക് കളർ പേരയ്ക്കാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇത് VNR ഗുവ. ഇതും നല്ല മുഴുത്ത പേരക്കയാണ്, നല്ല ടേസ്റ്റ് ഉള്ള പേരക്കയാണ്. നെല്ലി ഇത് പുളിയാണ്, നമ്മുടെ നാടൻ പുളി, വാളംപുളി. ശരിക്കും നമ്മുടെ ഈ വാളംപുളി എന്നൊക്കെ പറയുന്ന പോലെ അത് തന്നെ വാളംപുളിയാണിത്, പിഴിഞ്ഞെടുക്കുന്ന പുളി. ഇതും പിന്നെ 3 വർഷം എല്ലാം ബഡാണ്. ബഡും ലെയറുകളുമാണ് നമ്മുടെ പ്ലാന്റ്സ് കൂടുതൽ. ഇത് മുള്ളാത്തയാണ്. ഒരുപാട് മുള്ളാത്തക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. ഒരുപാട്. ഇതൊക്കെ ബേറാപ്പിൾ. ബേറാപ്പിളിന്റെ ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. അടുത്ത നമുക്ക് പ്ലാവുണ്ട്. പ്ലാവിന്റെ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ടല്ലേ? അതെ അതെ. ഇവിടെ ഏതൊക്കെ ഇനം പ്ലാവുകളാ ഉള്ളത്? ജാക്സ് സിന്ദൂർ ഉണ്ട്, ഡാങ് സൂര്യ, നങ്കടാക്ക് സൂപ്പറോ, സൂപ്പർ എയർലി. എല്ലാം വരിക്കകളാണ്. ചുമപ്പുണ്ട്, മഞ്ഞയുണ്ട്. കൂടുതലും ചുമപ്പാണ് ഈ ഡാക് സിന്ദൂര്യ, ഡാങ് സൂര്യ ഒക്കെ വരുന്നത്. ഇതൊക്കെ നമുക്ക് ശരിക്കും ഈ 3 വർഷം കൊണ്ട് 3 വർഷം വേണ്ട. സൂപ്പർ എർലി ഒക്കെ 1 ഇയർ പ്ലാന്റ് ആണ്. 1 വർഷം കഴിയുമ്പോഴേ 1 വർഷം കൊണ്ട് ചക്ക വരും. ഇത് അതിൽ ചക്കയായിട്ടുണ്ട്. പ്ലാവ് നിറയെ ചക്കയാണ്. തെങ്ങ് മലേഷ്യൻ ഡാർഫ് ഉണ്ട്, ഗംഗാബോണ്ട ഉണ്ട്, കുറ്റ്യാടി. ഇതിലൊക്കെ കുഞ്ഞിലെ തന്നെ കളയായി കഴിഞ്ഞു. ചെറിയ അതാവുമ്പോഴേ ഇവിടെ ഇത് കള വന്നു, ഇവിടെ ചക്ക വന്നു. ഇതെല്ലാം ഇവിടെ കാണാം കേട്ടോ. ഇതിലും അതുപോലെ കള വന്ന് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി താഴെ ഒരുപാട് വലിയ ഉയരത്തിലൊന്നും നമ്മൾ ചക്കയൊന്നും നടത്തണ്ട. അതെ, 2.5 വർഷം കൊണ്ട് നമ്മുടെ തെങ്ങ് കായ്ച്ചു നിൽക്കുകയാണ് ഇവിടെ. കൂമ്പ് വന്നു തുടങ്ങിയപ്പം വെച്ചതാണ്. 2.5 വർഷം ആവുന്നതേ ഉള്ളൂ. അതിൽ കൂമ്പ് കൈ വന്നു കഴിഞ്ഞു. നമുക്ക് അതുകൊണ്ട് കാണിച്ചേക്കാം. എന്തായാലും ഫലവൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഇത് 2.5 വർഷം കൊണ്ട് തെങ്ങ് കായ്ക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ കൂമ്പ്. ഇവിടെ അടുത്ത ഒരെണ്ണം പൊട്ടി വരുന്നുണ്ട്, അങ്ങേ സൈഡിലും ഒരെണ്ണമുണ്ട്. ഇത് ഏത് ഇനത്തിലെ തെങ്ങാ? ഇത് മലേഷ്യൻ. ഇത് മഞ്ഞ കളറാണോ അതോ ഒരു മഞ്ഞ കളർ വരുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ ഈ തുടങ്ങിയ സമയത്ത് നമുക്ക്
അതിൽ നിന്ന് ഫലം കിട്ടി. അതുപോലെ തന്നെ വെച്ചിരുന്ന പ്ലാവിലും ഫലം കിട്ടിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന മാവ് ഏത് ഇനത്തിൽപ്പെട്ട മാവാ? ഇതറിയില്ല, നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മാവാണ്. ആണല്ലേ, അത് നമ്മുടെ കാട്ടുമാവോ ആണെന്ന് തോന്നുന്നു, ഇലയെ കണ്ടിട്ട്. അപ്പൊ ഇത് നമ്മൾ അടുത്ത എങ്ങോട്ടേക്കാ പോകുന്നേ? അടുത്തത് നമ്മുടെ മാവുകളുടെ വെറൈറ്റി ഉണ്ട്. അതാ ഇവിടെ ഒരു പിന്നെ മാന്തോട്ടത്തിലേക്ക് ഡാങ്സൂര്യ. ഇത് ഈ പറയുന്നത് നല്ല വലിയ ചുളയാണോ അതിന്റെ? വലിയ ചുളയാണ്, ചുമന്ന കളറാണ്, നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ്. ആണല്ലേ. ഇത് നമുക്ക് ഏതാണ്ട് മാവുകളുടെ ഒരു വലിയ തോട്ടമുണ്ട്, മാന്തോട്ടം തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ ഏതൊക്കെ വെറൈറ്റി മാവുകളാണ് ഉള്ളത്? മാവുകൾ അൽഫോൻസ മാവുണ്ട്. അൽഫോൻസാമയുടെ പേരിൽ മാവറങ്ങിയ? അതെ തന്നെ, നമ്മൾ ആരെയും വെട്ടിയിട്ടില്ല, എല്ലാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അൽഫോൻസ് ഈ വലുതല്ല, അൽഫോൻസ്. അതെ അതെ. ഇതൊക്കെ എത്ര മാസമാകും, എത്ര വർഷമാകും? 3 വർഷം കഴിയും. 3 വർഷം. ഇവിടെ എല്ലാം 3 വർഷത്തിന്റെ കണക്ക്. അതന്നെ, 3 വർഷം വേണ്ട, അതിനു മുമ്പ് കഴിക്കുന്നതും ഉണ്ട്. പിന്നെ മല്ലികയുണ്ട്, മൂവാണ്ടൻ, കാലാപ്പാടി. ഈ മല്ലികയുടെ പ്രത്യേകത എന്താ? മല്ലിക നല്ല മാമ്പഴമാണ്. നീളമുള്ള മാങ്ങയാണോ? അന്നല്ല, ഇച്ചിരി നീളമുള്ള. ഇവിടെ നമ്മുടെ ചന്ദ്രക്കാരനോ അങ്ങനെ ഉണ്ടല്ലോ? ചന്ദ്രകാരനുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? ചന്ദ്രകാരനും നല്ല മാങ്ങയാണ്, ചെറിയ മാങ്ങയാണ്, മധുരമുള്ള. പ്രിയോ, ഇതൊക്കെ നമ്മൾ സർവകലാശാലയിൽ നിന്ന് എടുത്ത മാങ്ങ. ഇതെല്ലാം നല്ല മാവുകളാണ്. അപ്പൊ നമ്മുടെ ചക്കയായി, മാങ്ങയായി, മല്ലിക, കൊളമ്പ്, കോട്ടറുകോണം എല്ലാ വെറൈറ്റിയും ഉണ്ട് മാവിന്റെ. ഇതാണ് ഓൾ സീസൺ, അത് പൂത്ത് നിൽക്കുകയാണ്. എന്നും മാങ്ങ ഉണ്ടാവുന്ന മാവാണ്. ഓൾ സീസൺ ആണ്. സപ്പോട്ട, തെങ്ങുകൾ ഗംഗാബോണ്ടുമാണ് ഈ ഇരിക്കുന്നത്. ഇതെല്ലാം ഗംഗാബോണ്ട്. ശരിക്കും ഈ 3 വർഷം എന്ന് പറയുമ്പോൾ 2.5 വർഷം ആകുമ്പോഴേ 2 വർഷം, നമ്മൾ 3 വർഷമാണ് പറയുന്നത്. 2.5 വർഷം തന്നെ കഴിക്കും. ശരിക്കും അതിനെ പരിചരിക്കണം. വേണ്ട, അതിനു മുമ്പേ ഫലം തന്നു കഴിഞ്ഞു. ഇതെല്ലാം പൂത്തു കഴിഞ്ഞ് ഇന്ന് രാവിലെയും കൂടെ കായുള്ള 2 കൊണ്ടുപോയി, വലിയ കായായത്. ഇവിടെ 3 വർഷം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഇവിടെ കാ വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇത് നാരകമാണോ? ചെറുത് ചെറുത് നാരകമാണ്. ഇത് സ്റ്റാർ ഫ്രൂട്ട്, ഇതും കായ വന്നതാണ്. ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൽ ഉണ്ടായി നിൽക്കുന്നത്. സ്റ്റാർ ഫ്രൂട്ട്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അതന്നെ ഇഷ്ടംപോലെ പറിച്ച് തിന്ന്. ഇത് ബറാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതല്ലേ ഇതിന്റെ പ്രത്യേകത എന്താ? ബറാബയുടെ ബറാബ നല്ല ഫ്രൂട്ടാണ്, അല്പം പുളിരസമുള്ള ഫ്രൂട്ടാണ്. പുളിരസത്തോട് താല്പര്യമുള്ളവർക്കൊക്കെ ബറാബ ചെറിയ ഫ്രൂട്ടാണ്, വലിയ ഫ്രൂട്ട് ആവുന്നില്ല. ഇത് കമ്പിളി നാരകമാണ്, നമ്മുടെ സാധാരണ കമ്പിളി നാരകം. റെഡ് അകവും പുറവും ചുവപ്പായിട്ടുള്ള നാരകമാണ്. പിന്നെ ഇത് മുസംബിയാണ് ആയിരിക്കുന്നത്. ഇതല്ലേ മുസംബി. ഇത് സാൻഡോൾ ആണ്. മാങ്കുസ്തിന്റെ മഞ്ഞ. സാൻഡോൾ. ഇത് ലോഗൻ ഫ്രൂട്ട്. ഇത് 3 വർഷം കൊണ്ട്. 3 വർഷം വേണ്ട, ഇതെല്ലാം പൂത്ത് കഴിഞ്ഞ് കൊണ്ടുപോയി ആൾക്കാര്. അതിനു മുമ്പ് തന്നെ കായ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അമ്പഴം, ഇതെല്ലാം കായ്ച്ചാണ് പോകുന്നത്. അമ്പഴത്തിലൊക്കെ അതെ അതെ, അമ്പഴങ്ങ ഇതിന്റെ താഴെ കണ്ടില്ലേ, പുതിയ അടുത്തതുണ്ടായി വരുന്നു. കൊച്ചു മരത്തിൽ പ്ലാന്റിൽ തന്നെ കായുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു കൂടുണ്ട്, ഇതിൽ തന്നെ കാ വന്നു വരുന്നു. നമ്മൾ ഈ 3 വർഷം എന്ന് പറയുന്നെങ്കിലും അതിന് ഈ ഫലം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇത് കപ്പൽ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇന്തോനേഷ്യൻ ഫ്രൂട്ടാണ് കപ്പൽ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന് പെർഫ്യൂം ഫ്രൂട്ട് എന്നും പറയും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തെ വിയർപ്പിന്റെ സ്മെല്ല് പോലും അറിയില്ല. അതാണ്. ഇത് 7 വർഷം എടുക്കും കഴിക്കാൻ. എല്ലാവരും കഴിച്ചോണം കേട്ടോ. ഈ വിയർപ്പിന്റെ അസുഖമുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു അത് തന്നെ പെർഫ്യൂം ഫ്രൂട്ട് എന്നും അറിയപ്പെടും. പെർഫ്യൂം ഫ്രൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ശരിക്കും ഇതിന്റെ ഗന്ധമാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പറങ്കാവുണ്ട്. അതാ ഞാൻ ആദ്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പറങ്കിമാവ് നമ്മുടെ പറങ്കികളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. ഇതും ഈ പറയുന്ന 3 വർഷം വേണ്ട, എല്ലാം പൂത്ത് നിൽക്കുകയാണ്. വർഷം വേണ്ട. ഈന്തപ്പനയാണോ അത്? അതെ, ഈന്തപ്പനയാണ്. അതും നമ്മുടെ ഷോയ്ക്ക് വെക്കും, വീടുകളിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിനി ഈ
ഇവിടുത്തെ ഇനിയും കുറച്ച് ഫ്രൂട്ട്സും കൂടെ പരിചയപ്പെടാനുണ്ട്. കുറച്ചും കൂടെ പരിചയപ്പെടാനുണ്ട്. അതിന് ഇതെല്ലാം നമ്മുടെ മുമ്പ് അവിടെ പരിചയപ്പെട്ട മാവുകളാണ്. അത് തന്നെ, മാവുകൾ അത് തന്നെ. ഇനി വേറെ പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. എങ്ങനെ? മിറാക്കിൾ ഫ്രൂട്ട് നിറയെ മൊട്ടായിട്ട് നിൽക്കുകയാണ്. ഫ്രൂട്ട് കഴിഞ്ഞിട്ട് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറോളം വായിൽ അതിന്റെ മധുരം നിൽക്കും. പിന്നെ എന്ത് കഴിച്ചാലും മധുരമാണ്. നാരങ്ങ കഴിക്കാനും മധുരമാണ്. അതെ, മിറാക്കിൾ അങ്ങനെയാണ് വന്നത്. പിന്നെ ഇത് ഡുക്കു എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ലോങ് സാറ്റിന്റെ ബഡാണ്. അതും ഈ 3 വർഷം കൊണ്ട് നമുക്ക് ഫലം തരുന്നത്. 3 വർഷം കഴിയും അതിന്റെ ഫലം തരാൻ. അത് അബിയു. ഇതിന്റെ ഇല കണ്ടാലേ നമ്മുടെ ഈ പൂവണം അമ്പലത്തിലൊക്കെ നിൽക്കുമല്ലേ, പൂവണത്തിന്റെ ഇല പോലെ ഉണ്ട്. ശരി. പൂവണം ഇത് വേറൊരു അച്ചാച്ചെറു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇലിമ്പിപ്പുള്ളിയുടെ പുള്ളിയുടെ അതേപോലുള്ള ഇലയൊക്കെ അല്ലേ? ഇരുമ്പുള്ളിയുടെ വലിയ ഇല പോലെ. ഇത് മട്ടോവ. ഈ ഫ്രൂട്ട് ഇത് മട്ടോവ. ഇതും നല്ല ഫ്രൂട്ടാണ്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ടിന്റെ കുറെ ശേഖരങ്ങളുണ്ട്. ഇനിയുണ്ട്. നമുക്കിനി നമ്മൾ പറയത്തില്ലേ ഈ ചക്കയൊക്കെ നമുക്ക് ഭയങ്കര മരത്തിന് മണ്ടല ചെടി, അത് എങ്ങനെ കയറി നമ്മൾ അടത്തും എന്നൊക്കെ ചോദിക്കുമ്പം, എടാ അതിന് മണ്ടലൊന്നും കയറണ്ട, അപ്പം നമുക്ക് താഴെ നിന്ന് ചക്ക അടത്താൻ പറ്റുന്ന പ്ലാവ് വിപണിയിലുണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഇതാ. വളരെ താഴെ നിന്ന് തന്നെ നമുക്ക് കയറാം. ഇത് എത്ര വർഷമായി ചോദിക്കട്ടെ? 2.5 വർഷം. ഇവിടെ നിന്നില്ലേ? 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കൊണ്ട് അതാ ചക്ക വന്നു. ഏകദേശം വിളയാറായിരിക്കുക. അതെ, വിളയാറായി നിൽക്കുകയാണ്. ഇനി ഒരു 2 മാസത്തിനകത്ത് സംഗതി ഇത് വരികയാണോ? അതെ, എല്ലാം വരികയാണ്. ഇത് ഏത് തരത്തിൽപ്പെട്ട പ്ലാവാ? വിയറ്റ്നാം സൂപ്പർ എയർലി. അപ്പോൾ 2.5 വർഷം കൊണ്ട് ഇതുപോലെയുള്ള ഫലം നമുക്ക് ലഭിക്കും. ഇനിയുമുണ്ട് ഇവിടെ ഒരുപാട് വൃക്ഷങ്ങൾ. നമുക്കിനി അതിലേക്ക് പോവാം. കണ്ടേ നമ്മുടെ പുളിഞ്ചി മരം നിൽക്കുന്നത് കണ്ടോ? ഇതൊക്കെ നമ്മുടെ ശരിക്കും നാടനാണോ? അതെ, നാടൻ പുളിഞ്ചിക്ക അല്ലേ? പുളിഞ്ചിക്ക. ഇത് മക്കോട്ടദേവ. മക്കോട്ടദേവ അതിന്റെ ഡയബറ്റിക് ഉള്ള ആൾക്കാര് ഇതിന്റെ തൊലി എടുത്ത് ഉണക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു. പഴുത്തതിന്റെ. അതെ. അതെ. ഇത് മക്കോട്ടദേവയുടെ കായാണ്. ഇതിന്റെ തൊലി എടുത്തിട്ട് ഉണക്കി വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഇതാണ് മരമുന്തിരി, ജബോട്ടിക്കാബ്. ഇത് മരം പോലെ ആയിട്ടാണ് ഇതിൽ കാ പിടിക്കാൻ. ഇതിലൊരു 5-6 വർഷം എടുക്കും കാ പിടിക്കാൻ. മരം വലുതാവണം. എത്ര അടി വരെ ഉയരം വരും ഈ മരം? ഏകദേശം ഇതിന്റെ മരത്തിന്റെ ഒക്കെ അത്രയൊക്കെ വരും. പിന്നെ ഗ്രാമ്പു ഉണ്ട്, ജാതി, അതൊക്കെ എന്താ ദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതാണ്. വേപ്പ്. ആരോഗ്യത്തിന് നല്ലതാ. അതെ. ഇത് അകത്തിച്ചീര, ഇത് ലോലോലി. പിന്നെ സാൻഡോള് കണ്ടോ, പൂത്ത് നിൽക്കുന്ന കണ്ടോ? 3 വർഷമൊന്നും ആയില്ല. അതിനു മുമ്പ് തന്നെ സാൻഡോള് മാംഗുസ്റ്റിന്റെ ഫാമിലിയിൽപ്പെട്ടതാണ്. യെല്ലോ കളറാണ്, അല്പം പുളിയാണ് ഇതിന്. സാൻഡോൾ അതൊക്കെ പൂത്ത് തുടങ്ങി കഴിഞ്ഞു. ഇതാണ് മാംഗുസ്റ്റീൻ. ഉണ്ട്. ഇത് മാംഗുസ്റ്റീൻ. മാംഗുസ്റ്റീൻ നല്ല പഴമാണ്. അതെ, നല്ല മധുരമാണ്. മാംഗുസ്റ്റീൻ ഒക്കെ 6 വർഷം എടുക്കും കായ്ക്കാൻ. സാൻഡോള് വേഗം തന്നെ കായ്ക്കും. പിന്നെ കുറ്റിക്കുരുമുളക്, മുളകൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും നമുക്ക് ഈ വീടിന്റെ ഇതാ ചട്ടിയിൽ വെച്ചാൽ മതി. ഇതുകൊണ്ട് കണ്ടോ? അതെ തന്നെ. അതിൽ ധാരാളം മുളകുണ്ടാവും. എന്നിട്ട് ചട്ടിയിൽ ഇത്രയും മതി വളരാൻ വേണ്ടി. പിന്നെ അതിന്റെ ക്രീപ്പർ വരുമ്പോൾ മുണ്ടപ്പ, പന്നിയൂര് ആ ഇനങ്ങളൊക്കെ ഉണ്ട്. ഇത് കടമ്പുളി കായ്ച്ചിട്ട് നിൽക്കുകയാണ്. കാ കഴിഞ്ഞിട്ട് നിൽക്കുന്ന കടമ്പുളിയാണ്. കാ പറിച്ചു. ഈ ഭാഗം മൊത്തം ചെടികളാണ്. ഇത് രമ്പ, ബിരിയാണി കൈതാന്ന് പറയും. പിന്നെ സർവ്വസുഗന്ധി, കറുവപ്പട്ട, അതിന്റെയൊക്കെ തൈകളുണ്ട്. അതെല്ലാം ആ ഭാഗത്താണ്. നമ്മുടെ ചന്ദ്രേട്ടന്റെയും സഹധർമ്മിണിയുടെയും ഈ ശരിക്കും പറഞ്ഞാൽ ഫലവൃക്ഷ വനത്തിലാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത്. ഇനി 1-2 ചില സംശയങ്ങൾ കൂടി അതുകൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ശരിക്കും നമ്മുടെ വിദേശ ഈ ഫ്രൂട്ട്സ് വൃക്ഷങ്ങളെ കുറിച്ച് ഒരു നല്ല വിപണന സാധ്യതയുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ഞങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആളുകൾ തേടി പിടിച്ച് വരുന്നുണ്ട്. അത് N18 റംബുത്താന്റെ ആ വിഭാഗം, അത് അബിയു,
അങ്ങനത്തെ എല്ലാം നമ്മളെ തേടി വന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളിതെല്ലാം ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പം ഇത് എന്താ പറയുക, ഒറിജിനലി വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റിന്റെ കാലഘട്ടമാണ്. അങ്ങനെ പക്ഷെ നിങ്ങൾ എടുത്ത ഏതെങ്കിലും സംഭവത്തിൽ നിങ്ങൾക്ക് കബളിപ്പിൽ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും അങ്ങനെ പറ്റിയിട്ടില്ല. സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതന്നെ, അതിന്റെ ഒരു ഇല പോലും പിടിച്ചു നോക്കി എല്ലാം വ്യക്തമായി. നമ്മുടെ അടുത്തൊന്ന് 3 വർഷം ആയില്ല നമ്മൾ തുടങ്ങിയിട്ട്. അതിനു മുമ്പേ 1 ഇയർ പ്ലാന്റുകളെല്ലാം കായ്ച്ചിട്ടുണ്ട്. പ്ലാവില് മാവ് ഓൾ സീസൺ കായ്ച്ചിട്ടുണ്ട്, തെങ്ങ് കായ്ച്ചു, അങ്ങനെ പല മരങ്ങളും കായ്ച്ചായിട്ട് നമ്മുടെ അടുക്ക് വന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം. ആരും ഇതുവരെ ഒന്നും പരാതി പറഞ്ഞിട്ടില്ല. വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ അവരുടെ കെയർ ഓഫ് തന്നെ വീണ്ടും വീണ്ടും ആളുകൾ കൂടെ വരുന്നുണ്ട്, അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഫലവൃക്ഷങ്ങൾ, പ്രത്യേകിച്ച് വിദേശ നിർമ്മിത അല്ലെങ്കിൽ വിദേശ ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഈ ഫലവൃക്ഷങ്ങളുടെ വിപണനം ഒരു പിന്നെ ഗൃഹനാഥനും ഗൃഹനാഥയും അല്ലെങ്കിൽ അച്ഛനും വീട്ടിലെ അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് അത് എത്രത്തോളം നമുക്ക് വിജയകരമായി നടപ്പിലാക്കാൻ പറ്റും, അത് നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ഒരു മെസ്സേജ് ആയിട്ട് എന്താണ് പറയാനുള്ളത്? അവരവരുടെ വീട്ടിൽ തന്നെ ഫലങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് പഴം കഴിക്കുകയും അത് വിപണനം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇതിന് ഒരുപാട് പരിചരണം വേണ്ട. ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലുള്ള പരിചരണത്തിൽ കൂടി ഇതിനെയെല്ലാം വളർത്തിയെടുക്കാം. ഡ്രമ്മുകളിൽ വളർത്താം. സ്ഥലം കുറവുള്ളവർക്ക് ഇതിനെയെല്ലാം ഡ്രമ്മുകളിൽ വളർത്തിയെടുക്കാം. അതിലൂടെ നമുക്ക് കൂടുതൽ വരുമാനവും കിട്ടും, അതുപോലെ നല്ല പഴങ്ങൾ കഴിക്കാമല്ലോ, അതാണല്ലോ ഏറ്റവും നല്ലത്. കേട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഡ്രമ്മിലായാലും വീട്ടുമുറ്റത്തായാലും എവിടെയായാലും ഇതൊക്കെ നട്ടു വളർത്തി ഫലങ്ങൾ എടുത്താൽ ശരിക്കും ശുദ്ധമായ ഫലങ്ങൾ, നമ്മളൊക്കെ പറയാറുണ്ട് തമിഴന്മാർ നല്ല അന്യായ മാരകമായ വിഷമടിച്ച പച്ചക്കറികളാണ് നമുക്ക് കൊണ്ടുതരുന്നത്, പഴങ്ങളാണ് കൊണ്ടുതരുന്നത്. റോഡരികിൽ വെച്ചിരിക്കുന്ന ഒരുപക്ഷെ പേരയ്ക്ക പോലും നമുക്ക് വാങ്ങി കഴിക്കാൻ ഭയമാണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഈ അണ്ണാച്ചിമാർ അടിച്ചു കൊണ്ടുവരുന്ന ഈ വിഷം അടിച്ചു കൊണ്ടുവരുന്ന ഈ പേരയ്ക്കയാണ് അല്ലെങ്കിൽ ഈ ഈന്തപ്പഴമാണ് എല്ലാം അങ്ങനെ നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പോഴാണ് ഇതുപോലെയുള്ള ആളുകൾ വളരെ വിജയകരമായി അവരുടെ വിജയഗാഥ തുടരുന്നതും ഇത്തരത്തിലുള്ള ഈ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വൃക്ഷത്തൈകൾ വിപണനം നടത്തി അതിലൂടെ വരുമാനം കണ്ടെത്തുകയും അതിലുപരി ഒരു വലിയ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രേട്ടൻ്റെയും ബിന്ദുവിൻ്റെയും ഈ ഫലവൃക്ഷങ്ങളുടെ ഒരു വലിയ തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇതുവരെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഒരു എപ്പിസോഡുമായി ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.